നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദേവികമ്മള് പറഞ്ഞതുപോലെ ഒരു ജോത്സ്യനെ വരുത്തിയിട്ടേ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നല്ലത്. എന്ത് കാര്യത്തിന്? ജോത്സ്യന് ചുമ്മാ കുറെ കാശ് കൊടുക്കാന്ന് മാത്രം. അതെ അതെ. നിന്റെ പൈസ ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. നിന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു വീതം തരുവേം വേണ്ട. എന്നാലും ഇന്നത്തെ കാലത്ത് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ വേണോ? സുധി സാറ് മരിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാ. പിന്നെ നമ്മൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി. എന്റെ ഭർത്താവിന്റെ കാര്യത്തില് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയോ. ഇതെന്റെ മോന്റെ കാര്യമാണ്. അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയാൻ പാടില്ല. അല്ല, ഞാൻ അന്യനാ. എന്നാലും മകന്റെ സ്ഥാനത്തായതുകൊണ്ടും കുടുംബത്തിൽ നടക്കുന്നൊരു ചടങ്ങായതുകൊണ്ടും അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. നീ എങ്ങനെ അന്യനാകും? ശരത്ത് അന്യനൊന്നുമല്ല. സത്യം പറഞ്ഞാലേ ഈ കർമ്മം ബലിയിടൽ കാര്യങ്ങൾ ഇതൊക്കെ ഒരു രീതി നോക്കിയ അന്ധവിശ്വാസം തന്നെയല്ലേ. ആത്മാവ് അലഞ്ഞു നടക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാ. അങ്ങനെയൊന്നും അല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. സുധിയുടെ കാര്യത്തില് എവിടെയൊക്കെ പാളിയിട്ടുണ്ട്. അമ്മയ്ക്ക് എന്ന് മുതൽ ഇതൊക്കെ അന്ധവിശ്വാസമായി തോന്നിയേ? ഒരു കാര്യം ചെയ്യാം, അമ്മ മരിച്ചു കഴിയുമ്പോ കർമ്മങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഓ, തള്ളെ തെക്കോട്ടെടുക്കാൻ നോക്കിയിരിക്കല്ലേ? അച്ഛൻ നല്ലൊരു ജോത്സ്യനെ കണ്ടുപിടിച്ചുകൊണ്ടുവരണം. മോളെ, ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, നല്ല ഒന്നാന്തര ആളാ. കാര്യങ്ങൾ കൃത്യമായി കണക്ക് കൂട്ടി പറയും. രാശിപ്പലവിൽ കവടി നിരത്തുമ്പോഴറിയാം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അദ്ദേഹം എന്ത് പറയുന്നോ അതൊക്കെ ഇവിടെ ചെയ്യും. സുധേട്ടന് വേണ്ടി ഒരു അസ്ഥിത്തറ പണിയണം. അതാവുമ്പോ എല്ലാ ദിവസവും അവിടെ വിളക്കെത്തിക്കാലോ. അസ്ഥിത്തറയോ? വീടിന്റെ മുമ്പിലോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ടോ ഇല്ലയോന്ന് ഇവിടെ അച്ഛനും ഞാനും കൂടി തീരുമാനിക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ. ഞാനെന്നാ അദ്ദേഹത്തെ വിളിക്കാം. ജോത്സ്യരോട് പറയണം ഞാൻ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കാം. താമസിക്കണ്ട, ഇന്ന് തന്നെ പോന്നോട്ടെ. ജോത്സ്യം വരും. അദ്ദേഹം വന്നതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം. നമസ്കാരം. ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് കരുതിയില്ല. ചില കാര്യങ്ങൾക്ക് ഞാൻ ആശ്രയിക്കുന്നത് നിമിത്തത്തെയാണ്. പെട്ടെന്ന് നിങ്ങൾ പോന്നേക്കാന്ന് കരുതി. ഇപ്പൊ പുതിയ കാലഘട്ടമല്ലേ. ജാതകവും പൊരുത്തവും രാശിയും നിമിത്തവും എല്ലാം സോഫ്റ്റ്വെയറിലൂടെ നോക്കുന്ന കാലം. പക്ഷേ എന്നെ പോലുള്ളവർ ഇപ്പോഴും കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ കവടിപ്പലകയും വെച്ച് അതിൽ രാശി നോക്കുന്നതാണ് പതിവ്. നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? അയ്യോ, വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങേ തന്നെ തേടി കണ്ടുപിടിച്ചത്. ഓ, സന്തോഷം. വരൂ, അകത്തേക്ക് വരൂ. ഇതാണ് ഞാൻ പറഞ്ഞ ജോത്സ്യര്, ധനഞ്ജയ പണിക്കര്. വളരെ ഫേമസാ. ജോത്സ്യർ ഒരു കാര്യം പറഞ്ഞ പച്ചിലയും കത്രികയും പോലെ ഒരു മാറ്റവും ഇല്ല. നമുക്ക് കാര്യത്തിലേക്ക് വരാം. വെറുതെ എന്തിനാ സമയം കളയുന്നേ? ആദ്യം കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള രാശി നോക്കാം. എന്തായാലും ഒരു അകാല മൃത്യു നടന്ന വീടല്ലേ.
ജോത്സരെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാല് ആരൂഢം മറഞ്ഞിരിക്കുന്നു. കുടുംബത്തിൽ ഒരു ഐശ്വര്യക്കേട്, വെളിച്ചം മങ്ങിപ്പോകുന്നൊരവസ്ഥ. ആ അത് ശരിയാ. വെളിച്ചം മങ്ങിയെന്നല്ല, ഈ വീട്ടിലെ വെളിച്ചമേ തല്ലിക്കെടുത്തിയില്ലേ. ആ എന്ത് ചെയ്യാം? വന്നു കയറുന്ന ദുരന്തങ്ങളെ നമുക്ക് പ്രവചിക്കാനാവോ? സുധിയേട്ടന്റെ കാര്യം മരിച്ചുപോയ ഒരാളുടെ രാശി നോക്കിയിട്ട് എന്ത് കാര്യം? എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ആ ആത്മാവിന് നീതി കിട്ടിയിട്ടില്ല. അങ്ങനെ മരിക്കേണ്ട ആളല്ല. സമയമെത്തും മുൻപേ ആരോ സമയം കുറിച്ചു. അതാണ് സംഭവിച്ചത്. എന്നുവെച്ചാ നിങ്ങൾക്ക് എന്തു ഊഹിക്കാം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സുധി എന്ന കുട്ടിയുടെ മരണസമയമായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മരണസമയം ദൈവത്തിനും കുറിക്കാം, യമനും കുറിക്കാം, യമന്റെ ജോലി ഏറ്റെടുത്തിട്ടുള്ള മനുഷ്യർക്കും കുറിക്കാം. സുധിയേട്ടൻ ആത്മാവിന് മോക്ഷം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ആത്മാവ് സങ്കടത്തിലാണ്. പ്രിയപ്പെട്ടവരെ വിട്ടുപോയെങ്കിലും അതിങ്ങനെ ചുറ്റിത്തിരിയും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു മുറിയിലടച്ച ചൂട് കാറ്റുപോലെ ആത്മാവ് ചുറ്റിത്തിരിയുന്നുണ്ട് ഈ വീട്ടിൽ. അത്രയ്ക്ക് സങ്കടത്തിലാ. ഞങ്ങൾ എന്താ ജോത്സരെ ചെയ്യണ്ടേ? നമ്മുടെ അഭിപ്രായം ഒരു അസ്ഥിത്ര പണിത് ദിവസം വിളക്ക് കത്തിക്കണമെന്നൊക്കെയാ. നല്ലത്, വളരെ നല്ല കാര്യം.